ബജറ്റ് ചർച്ചയ്ക്കിടെ PM-ശ്രീ പദ്ധതിയെ ചൊല്ലി നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വന്നു. ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്ന പദ്ധതിയുമായി എന്തിനാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മരവിപ്പിക്കാൻ വേണ്ടിയാണോ ഒപ്പുവെച്ചതെന്നും നടപ്പാക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി 8 മാസമായിട്ടും LDF കത്ത് കൊടുത്തില്ല എന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. സാർ, RSSന്റെ വിഷസർപ്പങ്ങളുടെ മുന്നിൽ വച്ച വിളക്ക് കൊളുത്തിയ സർക്കാരാണ് നിങ്ങൾ. അത് കൊളുത്തിയതാണ്. നിങ്ങൾ ഒപ്പുവെച്ചു. അതെന്തിനാ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? ഇപ്പോഴും കേരളത്തിൽ PM-ശ്രീ നടപ്പായിട്ടില്ല. ആ PM-ശ്രീ നടപ്പാകാതിരിക്കുന്നത് ഈ പറഞ്ഞ മരവിപ്പിക്കൽ കാരണമാണ്. എന്തിനാണ് നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? അല്ലല്ല, ഞങ്ങൾ നയപരമായി തീരുമാനിച്ചു നടപ്പാക്കേണ്ടതില്ല എന്ന്. ആ നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം നടപ്പായില്ല. ഇപ്പോൾ നടപ്പാകാതിരിക്കുകയാണ്. ഇപ്പം നടപ്പാകാതിരിക്കുന്നത് എന്തിനാണ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി, അല്ല, ഒന്നാമത്തെ കാര്യം എന്തിനാണ് ഒപ്പുവെച്ചതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. 1. 2, മരവിപ്പിച്ചു എന്നാ പറഞ്ഞാൽ മരവിപ്പിക്കാൻ പ്രൊവിഷൻ ഇല്ല. 2. 3, 7 മാസമായിട്ട് 8 മാസമായിട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്ത് ഇത് കേരളം നടപ്പിലാക്കില്ല എന്നൊരു കത്ത് കൊടുത്തില്ല. ഞാൻ അങ്ങേയായിട്ട് തർക്കത്തിനില്ല. കൊടുത്തില്ല. രാവിലെ സംസാരിച്ചാണ്. അതിൽ നമുക്ക് സംവാദമാകാം, അതിൽ പ്രശ്നമില്ല. ഇതില് ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിന് ശേഷം എന്തിനാണ് ഒപ്പുവെച്ചതെന്നാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചത് 1500 കോടിയിലധികം രൂപയായിരുന്നു. ഇവിടെ കാണേണ്ടത് NEP-യുടെ ഭാഗമായിട്ടുള്ള ആ പൊതുവിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് വേറെ വ്യത്യാസമില്ല. ആ നയം നടപ്പാക്കാൻ തയ്യാറല്ല. ഇവിടെ PM-ശ്രീയുടെ ഭാഗമായിട്ട് ഒന്നും നടപ്പാക്കാനുമില്ല. പക്ഷേ മറ്റേ ഫണ്ട് നമുക്ക് കിട്ടണമായിരുന്നു. സർവശിക്ഷാ അഭിയാൻ്റെ ഇമാതിരി ആളെയും കൊണ്ട് വെച്ചാൽ നിങ്ങൾ അപകടത്തിലാവും കേട്ടോ. ഇമാതിരി ആളുകളെ ഇവിടെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് നമുക്ക് കിട്ടാതിരുന്നാൽ നാം പ്രയാസത്തിലാകും. ആ പ്രയാസം കേരളത്തെ ആകെ ബാധിക്കുന്നതാണ്. അതൊഴിവാക്കുന്നതിനാണ് അതിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച് ആ പണം വാങ്ങാനുള്ള ശ്രമം നടത്തിയത്.